നമസ്കാരം. ഒടുവിൽ വിശ്വസ്തനെ കൈയൊഴിഞ്ഞ പിണറായി. ജാവ്ദേക്കർ കൂടിക്കാഴ്ച മുതൽ LDF-ൽ EP-യെ തള്ളി അണികളെല്ലാം തന്നെ രംഗത്തുണ്ട്. പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയാകുമെന്ന് പിണറായി വിജയൻ പറഞ്ഞത് കേരളത്തിലെ ഇടത് കേന്ദ്രങ്ങളെ ഓരോന്നും ഞെട്ടിച്ചു. ലോക്സഭാ ഇലക്ഷന് ജനം ബൂത്തിലേക്ക് കയറുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപായിരുന്നു EP-യുടെ ജാവ്ദേക്കർ കൂടിക്കാഴ്ച ബോംബ് പോലെ ശോഭാ സുരേന്ദ്രൻ പുറത്തുവിട്ടത്. ഇത് ഇടത് കേന്ദ്രങ്ങളെല്ലാം തന്നെ ഞെട്ടലോടെയാണ് കേട്ടത്. പാർട്ടിക്കകത്തും പുറത്തും എന്തിന് ദേശീയ തലത്തിൽ നിന്ന് പോലും EP-ക്ക് വിമർശനം വന്നു. ഒടുവിൽ ലോക്സഭാ ഇലക്ഷൻ ഫലം വന്നപ്പോൾ BJP-ക്ക് പിന്നിലായി ഭരണ പാർട്ടി. ഈ പരാജയം EP-യുടെ തലയിൽ കെട്ടിവെച്ച അണികൾ ഒന്നായി പുള്ളിക്കിട്ട് പണി തുടങ്ങി. ജില്ലാ കമ്മിറ്റിയിലും ദേശീയ കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയിലും എന്തിന് താഴെ തട്ടിലുള്ള ഏരിയ കമ്മിറ്റിയിൽ പോലും ഇതൊക്കെ ചർച്ച ചെയ്തു. EP-ക്കെതിരെ തിരിഞ്ഞുകൊണ്ട് അണികളെല്ലാം തന്നെ പാർട്ടിക്കൊപ്പം നിന്നു. ഇപ്പോഴിതാ എല്ലാത്തിനും പിന്നാലെ EP-യുടെ കൺവീനർ സ്ഥാനം പോകുമെന്നാണ് പുറത്തുവരുന്ന വിവരം. CPM സംസ്ഥാന സമ്മേളനം തുടങ്ങും മുൻപേ ഇടത് കൺവീനർ EP ജയരാജനെ മാറ്റുമെന്നാണ് ഇപ്പോൾ സൂചനകൾ പുറത്തുവരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ CPM സമ്മേളനത്തിൽ ബ്രാഞ്ച് തലം മുതൽ ഉയരും. ഇവിടെ പ്രതിരോധം തീർക്കാൻ ഇടത് കൺവീനറായ EP-യെ മാറ്റാനാണ് ആലോചനയെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇതിലൂടെ അണികളുടെ നേതൃത്വത്തിനെതിരായ വികാരം മറികടക്കാൻ ശ്രമിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആരോപണങ്ങൾ കേന്ദ്രീകരിക്കാതിരിക്കാനും കരുതലുകൾ എടുക്കും. ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി മുൻനിർത്തിയുള്ള ചർച്ചകൾക്കും വിശകലനത്തിനും ശേഷം 24-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സമ്മേളനങ്ങൾക്ക് CPM സംസ്ഥാന ഘടകം ഒരുങ്ങുകയാണിപ്പോൾ. ഇനിയും ഒരു ഭരണ തുടർച്ച ലക്ഷ്യമിടുന്ന പാർട്ടിക്കും മുന്നണിക്കും അണികൾക്കുമൊപ്പം സർക്കാരിനും പുതിയ ദിശാബോധം നൽകുന്ന ചർച്ചകൾക്കാകും CPM ശ്രമിക്കുക എന്നാണ് CPM-ന്റെ വൃത്തങ്ങൾ പറയുന്നത്. ചർച്ചകൾ വഴിമാറി പോകാതിരിക്കാൻ ലോക്സഭാ തോൽവിയിലെ വില്ലനെ കണ്ടെത്താനാണ് ഇപ്പോൾ പാർട്ടിക്കകത്തുള്ള നീക്കം. അത് EP ജയരാജന്റെ പ്രസ്താവനകളും BJP നേതാവുമായുള്ള കൂടിക്കാഴ്ചയുമെല്ലാം അണികളിൽ അമർഷമുണ്ടാക്കിയിട്ടുണ്ട്. ഇത് മനസ്സിലാക്കിയാകും EP-യെ മാറ്റുക എന്നാണ് പുറത്തു വരുന്ന വിവരം. ഇതിനിടെ EP ഉടൻ തന്നെ ഇടത് കൺവീനർ സ്ഥാനം രാജിവെക്കുമെന്നും അഭ്യൂഹമുണ്ട്. തുടർച്ചയായി 2ാം തവണയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടത് സർക്കാർ ഭരണം തുടരുന്നതിനിടെയാണ് സമ്മേളനങ്ങൾക്ക് ഇപ്പോൾ തുടക്കമാവുന്നത്. ബംഗാൾ, ത്രിപുര സംസ്ഥാനങ്ങളിൽ വിവിധ കാരണത്താൽ സംഘടനാ രംഗത്തുണ്ടായ ശക്തിക്ഷയം കേരളത്തിൽ ഉണ്ടാവാതിരിക്കാനുള്ള കരുതലിലേക്കാണ് ഇപ്പോൾ പാർട്ടിയുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ശ്രമം. പാർട്ടിയിൽ ഭിന്നതയുണ്ടെന്ന തരത്തിൽ വാർത്താ സമ്മേളന കാലത്ത് പുറത്തു വരാതിരിക്കാൻ ഇടപെടലും ഉണ്ടാകും. ബ്രാഞ്ച് ലോക്കൽ സമ്മേളനങ്ങൾ സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലും ഏരിയ സമ്മേളനങ്ങൾ നവംബറിലും ജില്ലാ സമ്മേളനങ്ങൾ ഡിസംബറിലും അടുത്ത വർഷം ജനുവരിയിലുമായാണ് ക്രമീകരിച്ചിരിക്കുന്നത്. സംസ്ഥാന സമ്മേളനം 2025 ഫെബ്രുവരിയിൽ കൊല്ലത്തും പാർട്ടി കോൺഗ്രസ് ഏപ്രിലിൽ തമിഴ്നാട്ടിലെ മധുരയിലുമാണ് നടക്കുക. ഈ സമ്മേളനത്തിൽ കേരളത്തിലെ നേതൃത്വത്തിൽ മാറ്റം വരാൻ സാധ്യതയില്ല എന്നാണ് മറ്റു ചില റിപ്പോർട്ടുകൾ. എന്നാൽ MV ഗോവിന്ദൻ തന്നെ വീണ്ടും സെക്രട്ടറിയായി തുടരുമെന്ന് തന്നെയാണ് കേരളത്തിന്റെ സൂചന. എന്നാൽ സെക്രട്ടേറിയറ്റിലും സംസ്ഥാന സമിതിയിലുമെല്ലാം പുതിയ മുഖങ്ങൾ എത്തുമെന്നാണ് കരുതുന്നത്. സംസ്ഥാനത്ത് നിന്നുള്ള PK ശ്രീമതി, AK ബാലൻ എന്നിവർക്ക് 75 വയസ്സ് കഴിയുന്നതിനാൽ അവർക്ക് കേന്ദ്ര കമ്മിറ്റി അംഗത്വം നഷ്ടമാകും. കഴിഞ്ഞ സമ്മേളനത്തിൽ 75 വയസ്സ് കഴിഞ്ഞ 13 പേരെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ബാലനും ശ്രീമതിക്കും സംസ്ഥാന സമിതിയിൽ നിന്നും മാറി നിൽക്കേണ്ടി തന്നെ വരും. ഇതിനെല്ലാത്തിനും പിന്നാലെയാണ് ഇപ്പോൾ EP-യുടെ വിവാദങ്ങൾ വീണ്ടും കത്തി നിൽക്കുന്നത്. അതായത് EP-യുടെ പാർട്ടി കൺവീനർ സ്ഥാനം നഷ്ടമാകും എന്ന് തന്നെയാണ് ഇപ്പോൾ പാർട്ടിക്കകത്ത് നിന്ന് പുറത്തു വരുന്ന വാർത്തകളും റിപ്പോർട്ടുകളുമെല്ലാം. കാരണം EP-യുടെ ജാവ്ദേക്കർ കൂടിക്കാഴ്ച തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പരാജയത്തിന്റെ വില്ലനായി മാറിയത് എന്നാണ് പാർട്ടിക്കകത്തു നിന്ന് തന്നെ ഒരു കൂട്ടം അണികളടക്കം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതുതന്നെയായിരിക്കും EP-യെ കൂടുതൽ പ്രതിരോധത്തിലാക്കുക. പാർട്ടി കൺവീനർ സ്ഥാനം എന്നത് EP-ക്ക് നഷ്ടമാകുമോ ഇല്ലയോ എന്ന് ഇനി നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു.